There was considerable excitement and conjecture at the station, but back at the cutting there was no sound except for the sobs of the boy as he sat beside the body of his father. He sat there a long time, unafraid of the darkness, guarding the body from jackals and hyenas, until the first faint light of dawn brought with it the arrival of the relief watchman. അപ്പോൾ ഇവിടെ പിന്നെ ആ സംഭവം അവിടെ കഴിഞ്ഞു. ഡ്രൈവർ കണ്ടത് അവിടെ കഥ കഴിഞ്ഞു. പിന്നെ മറ്റൊന്ന് പറയുന്നത്, ഇനി ആ ബോഡി പിന്നെ അച്ഛൻ്റെ ബോഡിയുടെ അടുത്ത് പിന്നെ തേമ്പു ഇരിക്കുകയാണ്. അച്ഛൻ്റെ ബോഡി മറ്റേ കഴുകനോ അല്ലെങ്കിൽ പിന്നെ കുതിരപ്പുലിയോ പിന്നെ കുറുക്കനോ മറ്റൊന്നും ഈ ബോഡി കൊത്തി വലിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി പിന്നെ തേമ്പു എന്ന് പറയുന്ന 12 വയസ്സുള്ള കുട്ടി അച്ഛൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. കാരണം അവന് അച്ഛനെ സംരക്ഷിക്കാൻ വേണ്ടി, അച്ഛൻ്റെ ബോഡി സംരക്ഷിക്കാൻ വേണ്ടി അവിടെ ഇരിക്കണം. ആ ഇരിപ്പ് അവന് കുറേ നേരത്തേക്ക് അവന് രാത്രിനെ ഒന്നും പേടി തോന്നിയില്ല. കാരണം കുറേ നേരത്തേക്ക് നേരം വെളുക്കുന്നത് വരെ അവൻ ഇരിക്കേണ്ടി വന്നു. പിന്നെ അവൻ്റെ അച്ഛനെ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യബോധത്തോடு ഇരിക്കുന്നുണ്ട്. അവൻ ആ രാത്രികളെയും അന്ധകാരത്തെയും ഒന്നും അവന് പേടി വന്നില്ല. അപ്പം നേരം വെളുക്കുന്നത് വരെ അവൻ ആ ഇരിപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. നേരം വെളുത്തതിന് ശേഷമാണ് അവൻ്റെ അച്ഛൻ്റെ ബോഡി അവിടുന്ന് മാറ്റുന്നത്. തേമ്പു ആൻഡ് ഹിസ് sister and mother was plunged in grief for 2 whole days, but life had to go on and a living had to be made, and all the responsibility now fell on Thembu. 3 nights later he was at the cutting, lighting and the signal lamp for the overland mail. അപ്പം അച്ഛനല്ല, തേമ്പുവിൻ്റെ സിസ്റ്ററും അമ്മയും ഒക്കെ 2-3 ദിവസത്തേക്ക് വളരെ സങ്കടത്തോടെ ദിവസങ്ങൾ തള്ളി നീക്കി. പക്ഷേ തേമ്പുവിനും അവർക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇനിയും ജീവിതം മുന്നോട്ടുണ്ട്, അത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എല്ലാത്തിനെയും അതിൻ്റെതായ രീതിയിൽ അത് വഴിക്ക് വെച്ച് ഫേസ് ചെയ്യണം എന്നറിയാവുന്നതുകൊണ്ട് 12 വയസ്സുള്ള കുട്ടി എന്ത് ചെയ്തു? അവൻ അച്ഛൻ്റെ ജോലി 3-ാം ദിവസം തൊട്ട് 3 രാത്രികൾക്ക് ശേഷം അവൻ അച്ഛൻ്റെ ജോലി ഏറ്റെടുത്തു. പിന്നെ കൃത്യമായിട്ട് ലൈറ്റ് കത്തിക്കലും സിഗ്നൽ കാണിക്കലും വേണ്ട അവൻ പിന്നെ ഡ്യൂട്ടി അവൻ ഏറ്റെടുക്കുകയാണ്. ഹീ സാറ്റ് ഡൗൺ ഇൻ ദ ഡാർക്ക്നെസ് ടു വെയിറ്റ് ഫോർ ദ ട്രെയിൻ ആൻഡ് സാങ് സോഫ്റ്റ്ലി ടു ഹിംസെൽഫ്. ദർ വാസ് നത്തിങ് ടു അഫ്രൈഡ് of his father had killed the tiger. The forest gods were pleased, and besides he had the axe with him, his father's axe, and he knew to use it. അപ്പം ഇവിടെ അവന് പിന്നെ വിളക്കൊക്കെ കത്തിച്ച് ലൈറ്റ് സിഗ്നൽ ലാമ്പൊക്കെ കത്തിച്ച് അവന് അന്ധകാരത്തിൽ അവിടെ ട്രെയിൻ വരുന്നത് നോക്കിയിരിക്കുകയാണ്. അവനായി ഇരിക്കുമ്പോൾ അവൻ സ്വന്തമായിട്ടൊരു മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ട്. അവന് ഇപ്പം ഒന്നിനെയും പേടിയില്ലാത്ത ഇതിലേക്ക് വന്നു. കാരണം അവൻ്റെ അച്ഛൻ അവനെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും അച്ഛൻ ആ ടൈഗറിനെ കൊന്നതിന് ശേഷമാണ് പോയിരിക്കുന്നത്. പിന്നെ അവൻ്റെ അച്ഛൻ ചെയ്ത ഒരു കൃത്യം കൊണ്ട് ആ കാട്ടിലെ ദേവതമാർ പോലും ദൈവങ്ങൾ പോലും സന്തോഷിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അവൻ്റെ അച്ഛൻ്റെ കൂടപ്പുറപ്പായിട്ട് കൊണ്ടുനടന്ന ആക്സ് ഇപ്പോൾ തേമ്പുവിൻ്റെ കയ്യിലുണ്ട്. അപ്പം തേമ്പുവിന് അതിപ്പോൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും അറിയാം. അപ്പം 12 വയസ്സുകാരൻ്റെ ചുമലിൽ ഒരു കുടുംബത്തിൻ്റെ ഭാരം ഏറിയിരിക്കുകയാണ്. പക്ഷെ അവനത് സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ്.